हरे कृष्णा सर्व कृष्णार्पणमस्तु प्रभात की जय गुरु महाराज की जय राधा പരമേശ്വരൻ की जय ഗുരുവായൂർ ഭജനീസിൻ്റെ ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇത് അന്നദാനം കൊടുക്കുന്നത് ആരുടെയൊക്കെ പേരിലാണെന്ന് ഉടനെ പറയാം. കുറേ ദിവസമായിട്ട് നമ്മൾ അന്നദാനം ഒന്നും കൊടുക്കുന്നില്ല. നല്ല ഓട്ടത്തിലായിരുന്നു, ബിസി ആയിരുന്നു. ഇന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അന്നദാനമാണ്, അതുകൊണ്ടാണ് ഇന്ന് കൊടുക്കുന്നത്. ഇത് നമുക്ക് ആരുടെയൊക്കെ പേരിലാണ് അന്നദാനം കൊടുക്കണേന്ന് പറയാം. ആക്ച്വലി ഉച്ചയായപ്പോഴേ ഫുഡ് കൊടുക്കേണ്ടതായിരുന്നു, പറ്റിയില്ല. അപ്പോൾ നമ്മൾ പാക്കിങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. വൈകുന്നേരത്തേക്ക് പാക്ക് ചെയ്യാതെ കരുതി അങ്ങനെ വെച്ചു. ഇപ്പോൾ ഓക്കെയാണ്. നമുക്ക് പറയാം ആരുടെയൊക്കെ പേരിലാന്നുള്ളത്. ഐബാവതി അമ്മയുടെ അമ്മ ഓർമ്മയായിട്ട് 9 വർഷമായി ഇതിലേക്ക്. ഐബാവതി അമ്മയുടെ പേരിലുള്ള അന്നദാനം ലളിതാ മാതാജിയാണ് നൽകിയിരിക്കുന്നത്. അവരുടെ 15 പേരുടെ ഫുഡ്. കാർത്തിയായനി അമ്മയുടെ പേരിൽ ഒരു 7 ഭക്ഷണം. ഇതും ഒരു മാതാജിയുടെ അമ്പൂബയാണ്. അപ്പം കാർത്തിയായനി അമ്മയുടെ പേരിലുള്ള 7 ഭക്ഷണം. പിന്നെ സ്വർണ്ണകുമാരി മാതാജി ഇവിടെയല്ല, വെളിയിലെവിടെയോ ആണ്. അപ്പോൾ എനിക്ക് ഇൻഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. മാതാജി ലൈവ് ശ്രദ്ധിക്കുക. 11 പേരുടെ ഫുഡ്. ശങ്കർ നായർ അദ്ദേഹത്തിൻ്റെ പേരിലൊരു 7 ഭക്ഷണം. പിന്നെ ദേവകി അമ്മ ചിത്തിര, ശ്രീകല പ്രകാശ് നായർ. ഇത് കുറേ മുമ്പേ മാതാജി തന്നതാണ്, നമുക്ക് വിട്ടുപോയി. ഇതാണെങ്കിൽ 7 പേരുടെ ഭക്ഷണം. പനിയാണ്, ഇങ്ങനെ തൂങ്ങി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ. ഇത് മുഴുവൻ സാറില്ല, അത് മാറും. പിന്നെ ഇന്ദിരാദേവി 4 പേരുടെ ഫുഡ്. ഇത് ഫോൺ ഇടപ്പോ. അയ്യോ ഡയഡരി അതും കൂടെ പോയ പടിയാണ്. ഇന്ദിരാദേവി മാതാജിയുടെ കട്ട്പടിയുടെ തിരുപ്പി പണ്ട. ഇന്ദിരാദേവി മാതാജിയുടെ 4 ഭക്ഷണം. ഇങ്ങനെ നമുക്ക് ഇത്രയും പേരുടെ ഭക്ഷണമാണ് ഇത് കൊടുക്കുന്നത്. വെള്ളവും വിളവാ. അപ്പം ഇത് അതിൽ 2 മാതാജിമാരുടെ ഓർമ്മ ദിവസമായതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു അന്നദാനം. ഇല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ കൊടുക്കായിരുന്നു. പക്ഷെ അത് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇതന്നെ കൊടുക്കണം. ചെറിയൊരു പനി, നല്ല ബോഡി പെയിനും ചെറിയൊരു പനി. അതാണ് ഇത് രാവിലെ ക്ലാസ് എടുക്കാതെ സ്കിപ്പ് ചെയ്തത്. അപ്പോൾ ഇവരുടെ ഓർമ്മ ദിവസമാകുമ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തില്ലെങ്കിലേ അത് ശരിയല്ല. അതുകൊണ്ടാണ് പിന്നെ ഇറങ്ങിയത്. ഇല്ലെങ്കിൽ നാളെ കൂടെ കഴിഞ്ഞിട്ട് അന്നദാനം സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇതിപ്പോൾ കൊടുക്കാതെ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഫുഡും കൊണ്ട് ഇറങ്ങിയതാ. ഉച്ചയ്ക്ക് ഫുഡ് റെഡിയായി. പാക്കിംഗ് മാത്രം നമ്മളൊന്ന് മാറ്റി വെച്ചു. പാക്കിംഗ് ഒന്ന് മാറ്റി വെക്കാതെ രക്ഷ ഉണ്ടായിരുന്നില്ല. ഹരേ കൃഷ്ണ. മെഡിസിൻ കഴിച്ചു അമ്മ. ഞാൻ ഡോളോ കഴിച്ചു. ഇവിടെ നല്ല ബ്ലോക്കാണ്. ഇവിടുത്തെ ഭയങ്കര ഒരു പ്രത്യേകതയാണ് ഷെയർ ഓട്ടോ. 10 രൂപയ്ക്ക് നമുക്ക് ഓട്ടോറിക്ഷയിൽ പോകാം. അത് കോൾഡ് മാറുമ്പോൾ കുഴപ്പമില്ല. ഞാൻ ഡോളോ കഴിച്ചിട്ടുണ്ട്, ശരിയാവും. നമ്മൾ ഈ ഓർമ്മ ദിവസങ്ങളെ, ബർത്ത്ഡേയും കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഓർമ്മ ദിവസം കുറച്ച് പ്രശ്നമാണ്. അത് ആ ദിവസം തന്നെ കൊടുക്കുന്നതാണ് മാക്സിമം നല്ലത്. ചിലതൊക്കെ എനിക്ക് അങ്ങനെ വിട്ടുപോയിട്ടുണ്ട്. ഇനി അത് ശരിയല്ല, അത് ആ ദിവസം തന്നെ കൊടുക്കണം. അതാണ് അതിൽ ശരി. കാരണം ഒരാളുടെ ഓർമ്മ ദിവസം എന്നൊക്കെ പറയുമ്പോഴേ അവരതങ്ങനെ എന്താ പറയുക, ഈ ബലിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ അതാത് ദിവസം തന്നെ ആ ഭക്ഷണം കൊടുത്തു പോകണം. അത് മാറ്റി വെക്കാൻ പാടില്ല. അതാണ്. പോയില്ലടാ, ഞാൻ ഡോളോ കഴിച്ചു. അത് ശരിയാവും. ഒരു 6 hours വെച്ച് ഡോളോ കഴിച്ചാൽ ശരിയാവും. വെറുതെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു 10,000 രൂപ കളയേണ്ട കാര്യമില്ലല്ലോ. ജനീസിന് കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം മുന്നോട്ട് പറയാം. ഇപ്പം പറയണില്ല. കുറേ കാര്യങ്ങൾ ഇപ്പം ജനീസിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഓരോ രൂപയും നമുക്ക് വിലപ്പെട്ടതാണ്.
അപ്പം എൻ്റെ കൂടെ സാലറി ബഡ്ജറ്റീസിലിട്ടിട്ടാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ അത് കുഴപ്പമില്ല. ദിവ്യ അത് 3-4 പ്രാവശ്യം വിളിച്ചിരുന്നു ഓരോ കാര്യങ്ങൾക്ക്. അപ്പോഴും ഞാൻ പറഞ്ഞില്ല, വിടാതെ ഇങ്ങനെ വെച്ചു. രാവിലെ എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ, മാതാജി എന്താ ഉറങ്ങുകയാണോ? അപ്പം ഞാൻ ഉറങ്ങുകയായിരുന്നു സത്യത്തിൽ. 11 മണിക്ക് ഫോണെല്ലാം സൈലൻറ്റിലിട്ടിട്ട് ടാബ്ലറ്റ് കഴിച്ചിട്ട് ഒന്ന് കണ്ണടച്ചു. അപ്പോഴായിരുന്നു ദിവ്യ വിളിച്ചത്. ഉറങ്ങുകയാണോ മാതാജി എന്ന് ചോദിച്ചു. അതെ ഉറങ്ങുക എന്ന് പറഞ്ഞു. നോക്കാം, നമുക്ക് പഞ്ചസാര കൊടുക്കാം. ഞാനത് ഓർമ്മ ദിവസം ആവുമ്പോഴേ കൊടുക്കാതിരുന്നാൽ ശരിയാവില്ല, മോശമാണ്. മാക്സിമം നമ്മുടെ ലൈവുകൾ ഷെയർ ചെയ്യും കേട്ടോ. ഷുവർ നിഷാബ്, അത് മാറും. കുറച്ചൊരു ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ ഇങ്ങനെ കുറച്ച് യാത്രകളായിരുന്നില്ലേ, പഴനി അവിടെ ഇവിടെ ബസ്സിൽ ട്രെയിനിലൊക്കെ യാത്രയായിരുന്നില്ലേ. അപ്പം വെള്ളമൊക്കെ മാറി കുളിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയപ്പോൾ സ്വാഭാവികം വരാം. അതൊക്കെ മാറിക്കോളും, ശരിയായിക്കോളും, പെട്ടെന്ന് മാറും. ഒരു ദിവസം കൊണ്ട് തന്നെ മാറി. നാളെയും കൂടെ ഒന്ന് റെസ്റ്റ് എടുത്താൽ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ക്ലിയർ ആവും. ഇല്ല അത് കുഴപ്പമില്ല, മാറും. അതൊക്കെ ബ്ലോക്ക് ചെയ്തു. അതൊക്കെ ഫേക്ക് ഐഡിയ ആണ്. നമ്മൾ അതിലൊന്നും എന്താ പറയുക, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഫെഡപ്പ് ആവരുത്. ഞാനതിലൊന്നും ഫീൽ ചെയ്യില്ല, കാരണം ഞാൻ സിനിമാ ലോകത്ത് വർക്ക് ചെയ്ത ഒരാളാണ്. ഇതെല്ലാം അതിൻ്റെ അപ്പുറവും കണ്ടിട്ടുണ്ട്. എന്തുമാത്രം ജനങ്ങളെ കാണുന്നു ഒരു ദിവസം, എന്തുമാത്രം ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സായിട്ട് നമ്മൾ ഇടപെടുന്നു. ഇതൊന്നും ഒരു പുത്തരിയല്ല. ഇതിലൊന്നും ഫെഡപ്പ് ആവില്ല. നമ്മളെ ഫീൽ ചെയ്യിക്കാൻ, നമ്മളെ ഫെഡപ്പ് ആക്കാനാണ് ഇങ്ങനത്തെ ഫേക്ക് ഐഡിയിൽ മെസ്സേജുകൾ വരുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അതിലൊന്നും നമ്മൾ ഫീൽ ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇതിലേ കേട്ടതിലേ വിടാം. അങ്ങനത്തെ എന്ത് കാര്യങ്ങളാണേലും ഞാൻ അങ്ങനെയാണ്. സൂപ്പർ ബിന്ദു മാതാജി കിഴക്കേ നടയിൽ പോയി ഭഗവാനെ കണ്ടോ? വേണ്ട അമ്മ വേണ്ട. അല്ല, ഫുഡ് നമ്മൾ 51 റെഡിയാക്കിയില്ലേ ബക്കറ്റിലെന്ത് മുടി ബാബു ബാബു അവളെൻ്റെ ഹാൻഡ് ബാഗും തൂക്കിക്കൊണ്ടാ വണ്ടി ഓടിക്കുന്നത്. അവളെന്നെ താകണം, എൻ്റെ ഹാൻഡ് ബാഗും താകണം, വീട്ടിലത്തെ ജോലി ചെയ്യണം, ഫുഡും ഉണ്ടാക്കണം. ആരുമില്ലേ? ആൾക്കാരെ വേഗം വേഗം വരും ആൾക്കാരെ. ചന്ദ്രിക അപ്പ റെസ്റ്റ് എടുക്കുക, അപ്പ അത് കുഴപ്പമില്ല. തിരിച്ചു പോയിട്ട് സ്വസ്ഥമായിട്ട് ഇത് കിടന്നുറങ്ങാം, ഇത് പ്രശ്നമില്ല. ആൾക്കാരെ ഒന്നും കാണുന്നില്ലല്ലോ. സുജു ആൾക്കാരെ
ഇരിക്കണേന്ന് അറിയില്ലല്ലോ, തപ്പി കണ്ടുപിടിക്കട്ടെ. ആ അപ്പുവിൻ്റെ പറയുമ്പോ അപ്പു ഹാപ്പി ആയിട്ട് അവൾ ഓക്കെയാണ്, കുഴപ്പമില്ല. എന്തായാലും ഗുരുവായൂരപ്പൻ ഒരാൾക്ക് കൊണ്ടുവന്ന് ഒഴിവാക്കിയിട്ടാണ് രണ്ടാമത്തെ ആൾക്ക് കൊടുത്തത്. രണ്ടുപേരെ ഒരുമിച്ച് ഗുരുവായൂരപ്പൻ കിടത്തിയില്ല, അതും ഒരു സമാധാനം. കഴിച്ചു ഡോളോ കഴിച്ചു. ഞങ്ങൾ ഒരുമിച്ച് കിടന്നാലേ പ്രശ്നമുള്ളൂ. മാക്സിമം നമ്മുടെ ലൈവ് ഷെയർ ചെയ്യും കേട്ടോ. സുജുവിൻ്റെ വീട്ടിൽ കല്യാണമല്ലേ, എനിക്കറിയാം. ഞാനും അറിഞ്ഞല്ലോ സുജുവിൻ്റെ വീട്ടിൽ കല്യാണമാണെന്ന്. ഫുഡ് കൊടുക്കാട്ടോ. അടയാറുതാണ് അപ്പൊ കുറോ അത് സുധി, ഇത് രണ്ടുപേരുടെ ഓർമ്മ ദിവസമാണ്, മരിച്ച ദിവസമാണ്. അവർ വീട്ടിൽ ബലിയൊക്കെ ഇട്ടിട്ടേ, അപ്പൊ ഇത് അന്നദാനം കൊടുക്കണം. അതാണ്. ഷോളില്ല അച്ഛാ, എൻ്റെ കയ്യിൽ ഷോള് വളരെ കുറവാണ്. എല്ലാം ഈ ഷൂട്ടിന് വേണ്ടി ടോപ്സ് അല്ലേ എടുക്കുന്നത്. അങ്ങനെ ഒരു ചുരിദാർ എന്ന് പറയുന്ന സംഭവങ്ങൾ അങ്ങനെ ഇല്ല എൻ്റെ കയ്യിൽ. പിന്നെ ഉള്ളത് കുറച്ചുകൂടി ഗ്രാൻഡായിട്ടുള്ള വർക്കുള്ള ചുരിദാറുകൾ, അതൊന്നും എനിക്കിഷ്ടമല്ല. സ്കാർഫൊക്കെ ഇട്ട് എവിടെയോ കുത്തിത്തിരികി വെച്ചിരിക്കുക. 2-3 ബ്യൂറോ നിറച്ചു ഡ്രസ്സാണ്. ഷൂട്ടിന് വാങ്ങി വാരി വാരി കൂട്ടി വെച്ചിരിക്കുക. ഏത് സാരിക്ക് ഏത് ബ്ലൗസ് എന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഇതെല്ലാ ആർട്ടിസ്റ്റുകളുടെ അവസ്ഥയത്. അത്രമാത്രം ഡ്രസ്സായിരിക്കും ഓരോ ആർട്ടിസ്റ്റുകളുടെ കയ്യിലുണ്ടാവണത്. വിശന്നിരിക്കണേ നോക്കട്ടെ. ഇന്ന് മരിച്ചവരുടെ ഓർമ്മ ദിവസം ഇല്ലെങ്കിൽ ഞാൻ ഫുഡുമായിട്ട് ഇറങ്ങില്ലായിരുന്നു. പക്ഷെ ഓർമ്മ ദിവസം ആയതുകൊണ്ട് ഇറങ്ങിയതാ. കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കൊടുത്തേ പറ്റൂ. അച്ഛൻ്റെ ഫോണിൽ നിന്ന് അമ്മയാണോ ടൈപ്പ് ചെയ്തിട്ടുള്ളത്? എനിക്ക് അങ്ങനെ ഒരു സംശയം. അച്ഛനിങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നും പറയില്ല, അതൊക്കെ അമ്മയുടെ ബുദ്ധിയാണ്. ഇപ്പം അമ്മ എന്താ പറയാന്നറിയോ? കണ്ടോ അവളുടെ നാവ് കണ്ടോ? മരിച്ച് വയ്യാതെ ആയിട്ടും അവൾക്ക് പറയണതിന് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ഇത് ഞാൻ വല്ലതും പറഞ്ഞതാണോ അപ്പുവേട്ടാ? ആ അപ്പുവേട്ടൻ തന്നെയല്ലേ അപ്പുവേട്ടാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അപ്പു പരിസലൂർ 200 இருக்கு. அப்பு எடுத்து போட்டுக்கோ. கட்டாகுது. ஒரு பிட்டு கட்டோடு. இது ஃபுட்டு பிடிக்குமா? പെട്രോൾ പമ്പിൽ ഫോൺ കൊടുതാ പോലീസ് വിളിക്കും. അയ്യോ കൃഷ്ണ, ഭയങ്കര ശരീരവേദന.
എനിക്ക് വേദന വരുമ്പോൾ ശരിയാ വരിക. ബാസ്കറ്റ് വെക്കണം, ബാസ്കറ്റ് എവിടേക്കോ ഉണ്ട്. അതൊക്കെ തപ്പിയെടുക്കണേ. ആ വീട്ടിൽ എന്ത് വെച്ചാലും കാണാത്തൊരു വീടാണ്. അമ്പ് വരട്ടെ കേട്ടോ. നമുക്ക് അതുവരെ പമ്പായതുകൊണ്ട് കുറച്ച് മാറി നിൽക്കണം. നല്ല ബോഡി പെയിനാ സുജു, സഹിക്കാൻ പറ്റില്ല. എന്താ പറയുക, നല്ല ബോഡി പെയിൻ. മാറും, ഒരു ദിവസം കൊണ്ട് മാറും. നമ്മൾ ടാബ്ലറ്റ് തന്നെ കഴിച്ചാൽ മതി, ഡോളോ കഴിച്ചാൽ മതി, ഒരു ദിവസം കൊണ്ട് മാറും. പക്ഷെ എന്താ അറിയോ, സഹിക്കാന്നുള്ളതാണ് ഒരു വലിയ ടാസ്ക്. ഇവിടെയാണെങ്കിൽ ഒരു എവിടേക്ക് ഇല്ലാത്തൊരു തിരക്കും കിട്ടും. അസാധ്യ തിരക്ക്. നമുക്കൊരു അത്യാവശ്യം ഉണ്ടാവുമ്പോഴുള്ള ആൾക്കാർ പുറത്തൊക്കെ കയറി വരും. എന്തിനാ കരയണം? ഇല്ലടാ, ഇത് കൊടുക്കട്ടെ, ഫുഡ് കൊടുക്കട്ടെ. കാരണം ഇത് നമ്മളെ ബഡ്ജറ്റീസിലെ വാട്സപ്പിലില്ലാത്ത, അതായത് നമ്മുടെ ഗ്രൂപ്പിലില്ലാത്ത 2 പേരാണ്. അവർക്ക് അറിയില്ല, ബഡ്ജറ്റീസിൻ്റെ കാര്യങ്ങൾ അറിയില്ല അവർക്ക്. അവർ പുതിയ ഡിവോട്ടീസാണ്. ആ ഗ്രൂപ്പിലുള്ളവരാണ് പിന്നെ കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും പറയാം. ഗ്രൂപ്പിലില്ലാത്തവരാകുമ്പോഴേ അവരോട് നമ്മൾ എക്സ്ക്യൂസ് പറയണത് ശരിയല്ല, അവർക്ക് അറിയില്ലല്ലോ. അതാണ്. ആ ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എൻ്റെ ദൈവമേ, എഗതില്ലാത്തൊരു തിരക്ക് നോക്കിക്കേ. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിലും ഞാൻ പറഞ്ഞേനെ. എന്താ പറയാ, ഇത് വയ്യാതെ പറഞ്ഞാൽ കുഴപ്പമില്ല. പുതിയ ഡിവോട്ടീസ് ആവുമ്പോഴേ നമുക്ക് പറയാൻ കഴിയില്ല അവരോട്. ഉറപ്പായിട്ടും കൃഷ്ണരുടി അച്ഛാ റെസ്റ്റ് എടുക്കാം, അത് കൊടുത്ത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാം. നമ്മൾ കൊടുക്കുന്നുള്ള വിശ്വാസത്തിലാണ് അവർ തരുന്നത്. വേറെ ഏത് ഡിവോട്ടീസ് ആണെങ്കിലും കുഴപ്പമില്ല. മരുന്ന് വാങ്ങി പോരാ വെച്ചിട്ടാ. വേറെ ഏത് ഡിവോട്ടീസ് ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. മറ്റേതേ ഓക്കെ ബാബു വെക്കുമ്പോ കൂടെ കൂടെ ഓക്കെ പോടാ. ആ ഓക്കെ. നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്ത 2 മാതാജിമാരാ. അവർക്ക് നമ്മളെക്കുറിച്ച് അറിയില്ല. അവരോട് എക്സ്ക്യൂസ് പറയാറില്ലേ, അത് മോശമാണ്. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ പറയും, എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും എന്നെ ഒന്നും പറയില്ല. പക്ഷെ അവർക്കറിയില്ലല്ലോ നമ്മളെന്താണ് ഏതാണെന്ന് അറിയില്ല. നമ്മളിങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്തവരാണ്. അപ്പം അവരോട് നമ്മൾ നിരാശപ്പെടുത്തരുതല്ലോ. അതും അവരുടെ അമ്മയുടെ അമ്മൂമ്മയുടെ ഒക്കെ ഓർമ്മ ദിവസമാണ്. ആ ദിവസം നമ്മൾ കൊടുത്തില്ലെങ്കിലേ അവർക്കത് ഭയങ്കര ഫീൽ ചെയ്യും. അതാ ഞാൻ ഇറങ്ങിയത്. ഇത് ഏറ്റവും ടാസ്ക് എന്താ അറിയോ, നമ്മൾ പോകുന്നത് കുറച്ച് ഡിസ്റ്റൻസിലേക്ക് ആയതുകൊണ്ട് ഒരു 1 hour ഒക്കെ ഡിസ്റ്റൻസാണ് നമ്മൾ ഈ ഫുഡ് കൊടുക്കുന്നിടം. ഭയങ്കര ഒരു മാതിരി ഉണ്ടാവും. 2 വീലറിലെ യാത്ര. ഓട്ടോയ്ക്കാണെങ്കിൽ അവർ 800, 900 ഒക്കെ ചോദിക്കും. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 500 അല്ലേ. നമുക്ക് ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇല്ല കേട്ടോ. ആരെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്യണേ.
ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒരു 500. കാരണം അമൂര് കൊടുക്കാനാണ് ആ പേയ്മെൻറ്റ്. പെട്രോൾ വിത്ത് അവളുടെ ട്രാൻസ്പോർട്ടേഷനായിട്ട്. ശ്രീകണ്ഠ പ്രഭു. ഹരേ കൃഷ്ണ. ഇതാണ് അണ്ണാനഗർ ചെന്നൈയില്. ഇത് കുറച്ചുകൂടി പോഷ് സിറ്റിയാണ്. അണ്ണാനഗർ, അടയാറ് കോസ്റ്റ്ലി ഏരിയ ആണ് ഇവിടെ. അത് ഇന്നത് ഒരു ദിവസം കൊണ്ട് കിച്ചൂട്ട മാറ്റി തരും. ഹലോ, പറയൂ സർ. എങ്ങോട്ടാ വിളിച്ചേ? അതെ, പറയൂ സർ, എന്തായിരുന്നു? സാർ, ആ വീഡിയോ ഒന്ന് മൊത്തം കണ്ടിട്ട് വിളിക്കാമോ? ആ വീഡിയോ ഒന്ന് സാർ മൊത്തം കാണുമോ? മൊത്തം കണ്ടിട്ട് എന്നെ വിളിക്കാമോ? അങ്ങനെ ഒന്ന് വിളിക്കും സാർ. അല്ല, അത് FB-യിലുണ്ട് സാർ. നമ്മുടെ ഗുരുവായൂർ ബജരീസ് പറയുന്ന ട്രസ്റ്റിൻ്റെ പേജിലുണ്ട് ആ വീഡിയോ. സാർ അത് മൊത്തം കണ്ടോളൂ. ഗുരുവായൂർ ബജരീസ്. സാർ അത് മൊത്തം ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ സാർ, താങ്ക് യു. ദൈവമേ, ഞാനൊരു ക്യാപ്ഷൻ ഇട്ട് ഗുരുവായൂരപ്പനെ എളുപ്പത്തിൽ ദർശിക്കാനൊരു എളുപ്പ വഴിയത്. വീഡിയോ മൊത്തം കാണില്ല. എന്താ വഴി ചോദിച്ചിട്ട് വിളിക്കും. ഞാൻ ഷൂട്ടിന് പോണ വഴിയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ പൂതപ്പള്ളി ഹൈറോഡ്. അവിടെ EVP ഫിലിം സിറ്റി ഉണ്ട്. അവിടെയാണ് എനിക്ക് ഷൂട്ട്. നെറ്റ്വർക്ക് പോയതാ, കാണിച്ചത്. EVP ഫിലിം സിറ്റി, അവിടെയാണ് ബിഗ് ബോസിൻ്റെ ഷൂട്ട് നടക്കുന്നത്. എന്താണ്, തമിഴിലെ ബിഗ് ബോസിൻ്റെ ഷൂട്ട്. അവിടെയാണ് ഞാൻ ഷൂട്ടിന് പോകാറ്. നമ്മളിപ്പോൾ ആ സ്ഥലത്തൂടെയാണ് പോകുന്നത്. എന്താണ്, ആരാണ് മെസ്സേജ് ഇട്ടത്? താങ്ക് യു പ്രതീക്ഷ പ്രസാദ്. താങ്ക് യു മാതാജി. വേറെ ആരും ചെയ്യരുതേ. പ്രതീക്ഷ മാതാജി. കൊടുക്കണം. എന്താ വേണ്ട, സാപ്പാട് വാങ്ങിക്കോളൂ. ഇതൊന്ന് വേണ്ട, തണ്ടി വാങ്ങിക്കോളൂ. ரெண்டு குடம்பும் 2 ஃபுட்டு கொடுத்து. அப்படியா? சரி, ஓகே. போதுமா தண்டி? இன்னும் வேணுமா? ஆமாம். ரெண்டு கொடுத்துருக்க சாப்பாடு. ஓகே.
ആർക്കാ എന്താ മനസ്സിലാവാത്ത? ചോദിക്കൂ. വാങ്ങി ഡോളും വാങ്ങിച്ചു. പ്രതീക്ഷ മാതാജി ചെയ്യാതെ പറഞ്ഞു. വേറെ ആരും ചെയ്യരുതേ, കൺഫ്യൂഷനായി പോകും. അതാത് ദിവസം ആരെങ്കിലും തന്നാൽ മതി, എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യരുത്. മാതാജി, കാരണം എന്താ അറിയോ, ഫുഡ് എത്തിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ കാര്യമല്ല. നമുക്ക് ആരെങ്കിലും സ്പോൺസർ ചെയ്യാതെ ഡെയിലി നമുക്കൊരു 500 വെച്ച് മാറ്റി വെക്കാനുള്ളൊരു നീക്കിയിരിപ്പ് ബജരീസിലില്ല. അതാണ് വാസ്തവം. ഡെയിലി ഒരു 500 മാറ്റി വെക്കാൻ മാത്രമുള്ള ഒരു എമൗണ്ട് നമുക്കില്ല. അറിയാലോ, നമ്മുടെ അഡ്മിറ്റ്സൊക്കെ ഒരുപാട് ഫിനാൻഷ്യലി ബാക്കോട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അഡ്മിറ്റ്സ്, അപ്പു, ഇവർക്കൊന്നും ഇവരുടെ ലൈഫൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് സത്യത്തിൽ. അപ്പോൾ നമ്മുടെ യാത്രകളിലൊക്കെ അഡ്മിറ്റ്സ് ആവശ്യമാണ്. ഇപ്പോൾ തിരുപ്പതി യാത്ര, പിന്നെ ഇപ്പോൾ ഗുരുവായൂർ നമ്മുടെ ഫംഗ്ഷൻ, അതിലെല്ലാം അവർ 2-3 ദിവസം വന്നിട്ട് അവർ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട്, അതുപോലെ നമ്മുടെ ക്ലാസ്സുകളുടെ ഷെയറിങ്, പല പല കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാൻ സാലറിയോ ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ വരുമ്പോൾ ഞാൻ അവർക്ക് സ്റ്റേ, ഫുഡ്, ട്രാവലിംഗ് എല്ലാം ഫ്രീ ആണ്. ഇപ്പോൾ അവർ 3 പേര് തിരുപ്പതി വരുന്നുണ്ട്, അവരില്ലാതെ പറ്റില്ല. കാരണം അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ചെന്നൈയിൽ കേരളത്തിൽ വന്ന്, കേരളത്തിൽ നിന്ന് തിരിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ തിരുപ്പതി വന്ന്, തിരുപ്പതിയിൽ നിന്ന് തിരിച്ച് കേരളത്തിൽ വന്ന്, അവിടുന്ന് തിരിച്ച് ചെന്നൈക്ക് വന്ന്, യാത്രയും എക്സ്പെൻസും എല്ലാം കൂടുതലായിരിക്കും. നമുക്ക് ആകെ ഇവിടുന്ന് 3 ട്രെയിനേ ഓടുന്നുള്ളൂ കേരളത്തിലേക്ക്. എന്താ പ്രശ്നം? ദിവ്യ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കുമ്പോഴേ നമുക്ക് വേറെ ഒന്നും, എന്താ പറയുക, ബജരീസിന് അങ്ങനെ ഒന്നും ഇല്ല. അറിയാലോ, നമ്മളൊരു രണ്ടാമത്തെ റീസ്റ്റാർട്ടിങ് നമ്മളുടെ ഒരു 0 ബാലൻസിലായിരുന്നു. സാരമില്ല, എല്ലാം ഭഗവാന്റെ നിശ്ചയം. അപ്പോൾ എനിക്കൊരു ട്രാൻസ്പോർട്ടേഷനും കൂടെ എനിക്ക് 500 വെച്ചിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അതാണ്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ട്രാൻസ്പോർട്ടേഷൻ ചോദിക്കില്ല. കാരണം അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് നമ്മുടെ കൂടെ വണ്ടി ഓടിച്ചു വരുന്നത്. ഒരു ഓട്ടോ വിളിക്കണമെങ്കിൽ നമ്മളൊരു 800-900 കൊടുക്കണം. മതിയാവില്ല, 900 മതിയാവില്ല. ഇവിടുത്തെ ചാർജ് അങ്ങനെയാണ്. പിന്നെ എന്താ പറയുക, പെട്രോള്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴേ ഒരു 500 എങ്കിലും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് കൊടുക്കട്ടെ. കാരണം അന്നദാനത്തിനെന്ന് പറഞ്ഞ് ചില ആൾക്കാർ മിക്കവരും അന്നദാനത്തിന് 500-1000 ഒക്കെയാണ് അയക്കുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അന്നദാനം കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം അന്നദാനത്തിൻ്റെ പേയ്മെൻറ്റ് മൊത്തം അന്നദാനത്തിലേക്ക് തന്നെയാണ് പോണത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ഞാൻ ആരോടെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറയുന്നത്. അത് വലിയൊരു ആശ്വാസമാണ് നമുക്ക്. അതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. അല്ലേ ഞാൻ ചോദിക്കില്ല, മിക്കപ്പോഴും ചോദിക്കാറില്ല. ചില ലൈവുകളിൽ മാത്രമേ ചോദിക്കൂ. കാരണം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കും. അയ്യോ കടവുകൾ
காதே கேட்கல போல இருக்கு. தண்ணி கொடுத்துக்கப்போ ஒத்து போதுப்பா. இருபது வேணுப்பா. 20 கொடுக்கவா? തടി വായിക്കോ. 20 വായിക്കോട്ടാ. 2 തടി വാങ്ങുക. ഒരു സാപ്പാട്ടുക്ക് 1 തടി. അപ്പൊ 2 സാപ്പാട്ടുക്ക് 2 തടി. ബൈ. ഏയ് അതറിയാം ദിവ്യ, എനിക്ക് നിങ്ങളൊന്നും ഒന്നും വേണ്ട, ഒന്നും വാങ്ങിക്കില്ല എന്നറിയാം. പക്ഷെ എന്നാലും നെറ്റ് പോയതാണ് കേട്ടോ. ഏയ് ആര് കരയുന്നു? ചില കാര്യങ്ങൾ പറഞ്ഞതാ. ചെറിയൊരു പനി. ദിവ്യയും അവര് തോത്ത് പേടിക്കില്ല. പക്ഷെ അതല്ലല്ലോ, അവരൊരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവും പകലും ഇരുന്ന് മെസ്സേജുകൾ നോക്കുന്നു, അത് ചെയ്തു. അപ്പം നമ്മൾ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് യാത്രകളിലെങ്കിലും അവർ ചെയ്ത ആ സേവനത്തിന് അവരുടെ യാത്രയെങ്കിലും ഒന്ന് ഫ്രീ ആക്കി കൊടുക്കണ്ടേ മഞ്ചരീസിലൂടെ? അതൊക്കെ ഒരു മര്യാദയല്ലേ അല്ലേ? അബുവിൻ്റെ ആയാലും ദിവ്യയുടെ ആയാലും ചിത്തുവിൻ്റെ ആയാലും വിഷ്ണുവിൻ്റെ ആയാലും അവരൊക്കെ അത്രയും ഓരോ രാത്രിയിലും ഞാൻ 1 മണിക്ക് 2 മണിക്ക് വിളിച്ചാലും അവർ ഫോൺ എടുത്തിട്ട് അവത ചെയ്ത് അങ്ങനെ ചെയ്യാനും, പിന്നെ കുറേ ആളുകളെ ഫോൺ വിളിക്കാൻ അതിനൊക്കെ അവർ വിളിക്കുന്നു, ചെയ്യുന്നു. അപ്പം എന്തെങ്കിലും നമ്മൾ അവർക്ക് ഒരു സാലറി കൊടുക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അഡ്മിറ്റ്സിന് എപ്പോഴും ഒരു സാലറി, ഒരു ചെറിയ തുക. പക്ഷേ മഞ്ജരീസ് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക എത്തിയിട്ടില്ല. കാരണം ഇപ്പോൾ മഞ്ജരീസ് എന്തൊക്കെയാ ചെയ്ത് വെക്കണേ എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ഞാൻ അത്രയും ചെയ്തിട്ടുണ്ട് മഞ്ജരീസിൻ്റെ പിന്നിൽ. ഞാൻ ജീവിച്ചിരിക്കുന്ന സമയം കൊണ്ട് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു 10 പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റണം മഞ്ജരീസിൽ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ചെയ്യുന്നു. എങ്ങനെയാ പറയാതെ വന്നു കഴിഞ്ഞാൽ മഞ്ജരീസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, വെറും ഒരു പേരല്ല. കട്ടായിപ്പോയി. എന്താ പറയുക, മഞ്ജരീസ് എന്ന് പറയുന്നത് ഒരു പേരല്ല, ഇതൊരു ബ്രാൻഡാണ്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം. ഇപ്പോൾ നിറപറ, ചക്കി ഫ്രഷ്, ആശീർവാദ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? മഞ്ജരീസ് ഇതൊരു ലോകോത്തര ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. ഞാനിതൊന്നും പറയാതെ ഇതിൻ്റെ പിന്നിൽ ഓടുകയായിരുന്നു. അതിനുവേണ്ടി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ 3 ലൈസൻസ് ആവശ്യമാണ്. 35, 20, 30 ഈ 3 ക്ലാസ്സും നമുക്ക് ഗവൺമെൻറ് അപ്രൂവൽ തരണം. അതിനുവേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തത് 60,000 രൂപയാണ്. ഇനിയും കൊടുക്കണം ഏകദേശം ഒരു 22,000 രൂപയോളം. അവരാണ് ഇന്നലെ എന്നെ വിളിച്ചത് ലൈവിലിരിക്കുമ്പോൾ. ഞാനിത് പറയാതിരുന്നിട്ട് എന്താ കാര്യം, പറയട്ടെ. അപ്പം ഈ 3 ക്ലാസ്സും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഉദ്യോഗ ആധാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അത് നമുക്ക് റെഡിയായി. പിന്നെ നമുക്ക് എന്താ പറയുക, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് 1280 ഒക്കെ നമുക്കുണ്ട്. ഉള്ള പാർക്കുള്ളയാ റൗണ്ട് പോളാം. അപ്പോൾ ഈ 3 ക്ലാസ്സും നമുക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സാമ്പാർ പൊടി അത് ഇത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. ഒത്തിരി കുടുംബങ്ങൾ രക്ഷപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുള്ള ലൈസൻസിന് അപ്ലൈ ചെയ്ത പാടൊന്നും കിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് അപ്ലൈ ചെയ്ത് പോകുന്നത്. അവർ എൻക്വയറി ഉണ്ടാവും. എൻക്വയറി കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം നമുക്ക് എന്ത് വന്നു,
നമുക്ക് എൻക്വയറിക്ക് ഇത് വന്നു, എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്നു. അപ്പം ആ എക്സ്പ്ലനേഷൻ ഞാൻ അഡ്വക്കറ്റിനെ വെച്ചിട്ടാണ് ഹിയറിങ്ങിന് വിട്ടത്. ഞാൻ പോയില്ല. അഡ്വക്കറ്റ് പോയിട്ടാണ് ഹിയറിങ് ചെയ്യുന്നത്, ഹിയറിങ് കേട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഈ ബഞ്ചനീസ് എന്ന് പറയുന്ന ലോഗോ പോലും നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിനായി നമുക്ക് ലോഗോ ഡിസൈനിങ്ങിനായി നമുക്ക് 3,999 $3,999 രൂപ. അപ്പം ലോഗോ രജിസ്ട്രേഷൻ നമുക്ക് വേറെ ഫീസ് ഉണ്ട്, അതും നമ്മൾ ചെയ്തു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ബഞ്ചനീസിന് പിന്നിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാപ്പാട് വായിക്കൊക്കെ പട്ടി ഇവിടെ നെറ്റ്വർക്ക് ഇല്ല, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബഞ്ചനീസിൽ നമുക്ക് എന്താ ഗുണമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഒത്തിരി കുടുംബങ്ങൾക്ക് നമുക്ക് ജോലി കൊടുക്കാം ഫ്യൂച്ചറിൽ. അതിനുവേണ്ടി ക്ഷമിക്കണം, അവിടെ ഒരു 7 ഭക്ഷണം കൊടുത്തു. നമുക്കവിടെ എന്താ പറയുക, ഇതില്ല, നെറ്റ്വർക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു വെക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ജോലിയില്ലാത്ത കുറേ പേരുണ്ട്. അവർക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്കതിനെ പറ്റിയ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി മെഷീനറീസൊക്കെ വാങ്ങി നമുക്ക് അവർക്കൊക്കെ ജോലി കൊടുക്കാനും ഒക്കെ വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. കാരണം നമുക്ക് ഡൊണേഷൻസ് പറഞ്ഞൊന്നുമില്ല, മനസ്സിലായില്ലേ? അന്നദാനം അതിൻ്റെ ഡൊണേഷനെ നമ്മൾ കളക്ട് ചെയ്തുള്ളൂ. അപ്പം അതെല്ലാം ഞാനിവിടെ ശരിയാക്കി പക്കയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം ഈ അടുത്തത് നമുക്ക് ബഞ്ചനീസിന് ഒരു വൃദ്ധസദനമാണ്. വൈകില്ല, ഒട്ടും വൈകില്ല. അതും നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ എത്തിച്ചു തരാം. ക്ലാസ് മാത്രമല്ല എടുത്തു പോകുന്നത്, കുറേ ഇതിൻ്റെ പിന്നിൽ ഞാൻ ഓടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 4-5 മാസമായിട്ട് ബഞ്ചനീസിൻ്റെ ഷോപ്പിന് മാസം 11,000 രൂപ വെച്ചിട്ട് ഞാൻ വെറുതെ വാടക കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇൻറ്റീരിയർ ചെയ്യാനും പഴയ ഷോപ്പിൻ്റെ ഇൻറ്റീരിയറോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിൽ കിട്ടിയില്ല. ഞാൻ ചെന്നൈയിലേക്ക് വന്നപ്പോഴേക്കും ആ സാധനങ്ങളെല്ലാം പോയി, സ്റ്റോക്ക്, ഇൻറ്റീരിയർ, ബോർഡ് എല്ലാം പോയി. അപ്പോൾ ഇപ്പോൾ ഉള്ള ഷോപ്പിന് നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാൻ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 1.5-2 ലക്ഷം രൂപയോളം വേണ്ടി വരും. അപ്പം അതില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ 4 മാസമായിട്ട് ഞാൻ ഷോപ്പിന് വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, 11,500 രൂപ വെച്ചിട്ട്. അപ്പം ഓക്കെ ദിവ്യ, ഇപ്പോൾ ഞാനൊരു കുറച്ച് പൈസ റെഡിയാക്കിയിട്ടുണ്ട്. അതെടുത്തിട്ട് ഇനി ഇൻറ്റീരിയറിൻ്റെ പണി തുടങ്ങുകയാണ്. മുനിസിപ്പാലിറ്റി ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ലാസ്റ്റത്തെ നമ്മുടെ ഷോപ്പൊക്കെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നു പോയത്. ഇപ്പം ലൈസൻസ് കാര്യങ്ങളെല്ലാം ശരിയാക്കി നമ്മളതും ഇപ്പം റൺ ചെയ്യാണ്. ഇതിനൊക്കെ ചെറിയ പോരാട്ടമല്ല ഞാൻ ഇതിൻ്റെ പിന്നിൽ നടത്തുന്നത്, വലിയ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബഞ്ചനീസ് എന്ന് പറയുന്നത് ഒരു ചെറുതല്ല, വലിയ ഒരു പ്രസ്ഥാനമായി അതിൻ്റെ ഇടയിൽ അനേകായിരം കുടുംബങ്ങൾക്ക് ഒരു ആശ്രയവും തണലുമായി മാറും. അനാഥരായിരിക്കുന്ന പലർക്കും, ഒറ്റപ്പെട്ടു പോയവർക്ക് ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒന്നും പ്രയാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. നമ്മൾ വെറും ക്ലാസ്സും അന്നദാനമായിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഒക്കെയാണ് കാര്യങ്ങൾ. ഇതിനൊക്കെ ഒരുപാട് ലൈസൻസുകൾ കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. വായ കൊണ്ട് പറയുന്ന പോലെ അല്ല ഇത്. ഓരോ ലൈസൻസിനായിട്ട് ചെന്ന് നോക്കിയാലേ അറിയാൻ പറ്റും. എത്ര വട്ടം ഹിയറിങ്ങിന് പോയിട്ടുണ്ട് എന്നറിയും. ഈ 3 ലൈസൻസിന് വേണ്ടിയിട്ട് രജിസ്ട്രാർ ഓഫീസിലും അവിടെ ഇവിടെയൊക്കെ നടത്തിയ പോരാട്ടം ചില്ലറയല്ല. ഓരോ പ്രൊഡക്റ്റിൻ്റെയും ക്വാളിറ്റി ചെക്കിങ്, അത് ഇത് വേഗം
ബജ്ജരീസ് എന്ന പേര് മറ്റാരെങ്കിലും യൂസ് ചെയ്താൽ നമുക്ക് അപ്പം കേസ് ഫയൽ ചെയ്യാം. ആ ഒരു എന്താ പറയുക, അത്രയും സെക്യൂറാക്കി ബജ്ജരീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കാരണം സപ്പോസ് മനുഷ്യന്മാരുടെ അവസ്ഥയാണ്, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ എൻ്റെ കൂടെയുള്ള നിങ്ങൾക്ക് ഇത്രയും സെക്യൂറാണ് ബജ്ജരീസ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇത്ര കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. നാളെ ആരും നമ്മളെ ആരെയും ബജ്ജരീസിൽ നിന്ന് ചോദ്യം ചെയ്യാൻ വരാൻ പാടില്ല. 4 பேர் இருக்கா? എന്താ പാട്ടി 4 பேர் இருக்குல்ல? எல்லாருக்கும் சேர்த்து தண்ணி கொடுக்குறேன். தண்ணி 4 தண்ணி கொடுக்கும். 4 தண்ணி. அவங்களுக்கு அம்மா அங்கே இருக்க, நான் வரேன். அவங்க கிட்ட அங்கே இரு சொல்லுங்க. சரிங்க. அந்த பாட்டி கிட்ட அங்கேயே உட்கார சொல்லுறேன், அவ கொடுக்குறேன். பாட்டி అబ్బో అత పాటికి తడ్డి కుడ్రా. சாப்பிடுக்கா. ஹரே கிருஷ்ணா. வேற யாராவது இருக்காங்க? யார் ஒரு அப்பா இருக்கா? ஓ, அவங்க வராங்களா? ஓடி வரட்டு. தண்ணி வாங்கிக்கோங்க. தண்ணி வாங்கிக்கோ. தண்ணி வாங்கிக்கோங்க. உங்களுக்கு வாங்கிக்கோங்க. அப்போ இவங்களுக்கு கொடுக்குறோம். தண்ணி விடு. அப்போ தண்ணி வாங்கிக்கோங்க. ஐயோ, எல்லாரும் ஓடி வராங்க, ஃபுட் இல்லையே. அடா ஒத்து கொடுங்க, அவங்களுக்கு ஒத்து கொடுங்க. அந்த அப்பா கிட்ட ஒத்து வாங்கி கொடுத்துக்கோங்க. எல்லாம் வாங்கிட்டீங்களா? அவர் தான் வாங்கலையா? அண்ணா ஒத்து அவங்களுக்கு கொடுங்க. அண்ணா ஒரே ஒரு ஃபுட் அவங்களுக்கு கொடுங்க. ஒரு ஃபுட் அவங்களுக்கு கொடுங்க. அப்படியா? சரி சரி. ஐயோ இல்லையே. அட கடவுளே, காலி ஆயிடுச்சேடா. காலி ஆயிடுச்சு. தண்ணி தான் இருக்கு. பறிச்சிடுங்க, நாளைக்கு எடுத்துட்டு வராங்க. தண்ணி அம்பா, நீங்க தண்ணி வாங்கிக்கோங்க. தண்ணி வாங்கிக்கோங்க. வேட்டா காலி ஆயிடுச்சு ஃபுட்டு, நாளைக்கு எடுத்துட்டு வரேன். சரிங்க. അയ്യോ, ഫുഡൊക്കെ തീർന്നു. അപ്പോഴേക്ക് ആൾക്കാരുടെ ഒരു ബഹളമായിരുന്നു. അയ്യോ, ധാരായണ. அப்பா காலி ஆயிடுச்சு. அப்பா இது ஓப்பன் போட ஒரு 50 ரூபாய் எடுத்து. தோசையா? இல்ல, நீங்க 2 பேரும் கொஞ்சம் வாங்கி சாப்பிடுங்க.
அவங்களுக்கு கொடுத்துருங்க. 50 எடுத்துக்கோங்க. சாப்பாடு காலி ஆயிடுச்சு, அதான் காசு கொடுத்தேன், மன்னிச்சிடுங்க. ഭക്ഷണം തീർന്നു പോയി. ഞാൻ 100 രൂപ എടുത്തു കൊടുത്തു. ദോശയെങ്കിലും വാങ്ങിച്ചതാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് വയ്യ ദോശ വാങ്ങാൻ പോകാൻ. അപ്പം ഞാൻ പൈസ എടുത്തു കൊടുത്തു. നിങ്ങൾ പോയി കഴിച്ചോളാൻ പറഞ്ഞു. എന്താ പറയുക, നാളെ കൊടുക്കാം. അപ്പോൾ അത്രയും ബജരീസിനെ സെക്യൂറാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ പേപ്പേഴ്സും ലൈസൻസുകളും എല്ലാം റെഡിയാണ്. ഓരോ ഹിയറിങ്ങിൻ്റെ മുമ്പിലും പോരടിക്കായിരുന്നു. എല്ലാം പോരടിച്ച് ഇത്രത്തോളം ആക്കിയെടുത്തു. കാരണം അത്രയും നമ്മളൊരു ബോർഡ് വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിള് എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ചിക്കിങ് ഇത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ചിക്കിങ് ഇത് കേട്ടില്ലേ? KFC ഇത് കേട്ടിട്ടില്ലേ? KFC അതൊരു ബ്രാൻഡാണ്, ലോകോത്തര ബ്രാൻഡാണ്. ആ KFCയുടെ അണ്ടറിൽ അവർക്ക് എന്ത് പ്രൊഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്യാം, കൊടുക്കാം, ഉണ്ടാക്കാം, അങ്ങനെ എന്തും ചെയ്യാം അല്ലേ? ഇനി കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ ചില നമ്മൾ പറയില്ലേ, ചില ബ്രാൻഡ് നെയിമുകൾക്ക് അണ്ടറിൽ അവരുടെ പ്രൊഡക്റ്റാണത്, അത് അവർ ചെയ്തതാണ്. ഇപ്പം എക്സാമ്പിൾ ദിറബറയുടെ ചിക്കൻ മസാലയുണ്ട്, സാമ്പാർ മസാലയുണ്ട്, ദിറബറയുടെ പായസമുണ്ട്, ദിറബറയുടെ അച്ചാറുണ്ട് അല്ലേ? അപ്പം ആ ഒരു ദിറബറ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ്. ഈ ബ്രാൻഡ് ആണ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നത്. അങ്ങനെ ഒരു ലോകോത്തര ബ്രാൻഡാക്കി ബജരീസിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ആ ബ്രാൻഡിൻ്റെ അണ്ടറിൽ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ചെയ്യാം. അതിന് നമുക്ക് ലൈസൻസുകൾ ആവശ്യമാണ്. ആ ബ്രാൻഡ് ഉണ്ടാക്കാൻ തന്നെ നമുക്ക് നല്ല കഷ്ടപ്പാടാണ്. അതെല്ലാം ഒന്ന് സെറ്റാക്കി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഫ്യൂച്ചറിൽ എൻ്റെ ഒരു ടൈമിങ് ഞാൻ പറയുന്ന ഒരു 1 ഇയർ 1.5 ഇയറിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു യൂണിറ്റ് വൈരി സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ബജരീസ് കുടുംബത്തിൽ ആരൊക്കെയാണോ കഷ്ടപ്പെടുന്നത് അവർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും. മനസ്സിലായി? നമ്മൾ വേറെ പ്രൊഡക്റ്റുകൾ ആശ്രയിക്കേണ്ട കാര്യമില്ല. സൂപ്പർവൈസർ മുതൽ ഒരുപാട് ജോലി സാധ്യതകൾ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഓക്കെയാണ്. അക്കൗണ്ടൻ്റ് ആയിട്ട് അങ്ങനെ ബേക്കിംഗ്, ക്ലീനിങ് സെക്ഷൻ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ക്വാളിറ്റി ചെക്കിംഗ് പേപ്പർ. നമ്മുടെ പ്രൊഡക്റ്റുകൾ ക്വാളിറ്റി ചെക്കിംഗ് പേപ്പർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ പേപ്പർ ശരിയാക്കി അങ്ങനെ കുറേ ലൈസൻസുകൾ നമുക്ക് ആവശ്യമാണ്. ഈ ലൈസൻസുകളൊക്കെ നമ്മളിപ്പോൾ റെഡിയാക്കി. அடா ஒரு நிமிஷம்டா, சிக்னல் போட்டிருக்கேன்ல, அவங்கள கொஞ்சம் ஒரு நிமிஷம் வண்டி வெயிட் பண்ண வேண்டியதானே? சிக்னல்ல அவங்க எங்க ஓட்டிட்டு போறீங்க? இது அவங்கள பார்த்தா தெரியாது சிக்னல் போட்டிருக்கிறது. അപ്പം അതൊക്കെ നമ്മൾ റെഡിയാക്കി അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗ ആധാറാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. അത് റെഡിയാക്കി ഇതെല്ലാം സെറ്റാക്കി പക്കയാക്കി. ബജരീസ് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. അപ്പം ഇതിൻ്റെ ലൈസൻസുകളെല്ലാം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ പക്കയാക്കിയിട്ടുണ്ട്. അതിലുപരി നമുക്ക് ബജരീസ് ഒരു ടെമ്പിൾ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. നമ്മുടെയൊക്കെ അവസ്ഥ നാളെ എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ. ശബ്ദം വരും പ്രഭു, കുറച്ചൊരു കോൾഡ്. ഇനി വൈകാതെ നമുക്കൊരു, കാരണം ഇന്നലെ എനിക്കൊരു കോള് വന്നു. ഒരു അമ്മ എന്നെ വിളിച്ച് പറയാണ്, അമ്മയുടെ പേരിലൊരു 25 സെന്റ് സ്ഥലമുണ്ട്, അത് മോൾക്ക് എഴുതിത്തരാം, ബജരീസിൽ എഴുതിത്തരാം, ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, എന്നെ നോക്കാമോ? ഞാൻ പറഞ്ഞു, അമ്മ ആ സ്ഥലവും വീടും ആർക്കെല്ലാം എഴുതി കൊടുത്തേക്കും, എനിക്ക് വേണ്ട, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അമ്മയെ നോക്കിയാൽ പോരെ, 71 വയസ്സുണ്ട്, അമ്മയെ നോക്കിയാൽ പോരെ, അതിന് ബജരീസ് റെഡിയാണ്, ഞാൻ വരാമെന്ന് പറഞ്ഞു.
തന്നെയാണ് ഞാനത് സംസാരിച്ചത്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള മായാബാദാജിയുടെ കെയർ ഓഫിൽ വന്നതാണത്. നമുക്ക് അവരുടെ സ്ഥലവും വീടോ ഒത്തും നമുക്ക് വേണ്ട, അവരത് ആർക്കെങ്കിലും കൊടുത്തോട്ടെ, നമുക്ക് ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് നിൽക്കാൻ മജ്‌ലിസ് ഒരു കൂട് ഒരുക്കുന്നുണ്ട്. ആ കൂട് വൈകാതെ ഓപ്പൺ ആവും. ഹാപ്പി. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ആ കൂടിൻ്റെ പിന്നാലെയാണ്. ആ കൂട് വൈകാതെ ഓപ്പൺ ആവാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് അവിടേക്ക് കുറച്ച് എംപ്ലോയീസിനെ വേണം. ഒരു ഡ്രൈവിംഗ് അറിയാവുന്ന മെയിൽ സ്റ്റാഫ്, ഒരു കുക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അവർക്കൊരു ഹെൽപ്പർ, അമ്മമാരെ നോക്കാൻ ഒരാൾ, അങ്ങനെ ഒരു സംഭവം. ആഹാ, ഇത് കേട്ടോ, ആനന്ദ ഭവൻ തന്നെ, അടയാർ ആനന്ദ ഭവൻ അല്ലേ, ഫേമസ് അല്ലേ അത്? ഹലോ, ആ പറയൂ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ആ ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി മാതാജി. എന്താ ആ ആ ആ ആ ആ വട സാപ്പിളല്ലേ? ആ മാതാജി ഒരു കാര്യം ചെയ്യോ, നാളെ വിളിക്കും എന്നെ. നാളെ രാവിലെ ഞാൻ ക്ലാസ് എടുക്കത്തില്ല, ഒരു 11 മണിയാകുമ്പോൾ വിളിക്കും. ആ ഒന്ന് നാളെ വിളിക്കൂ മാതാജി, കാരണം ഞാനിപ്പോൾ ലൈവിലാണ്. ആ ശരി. അടയാർ ആനന്ദ ഭവനിൽ കയറി ഒരു വട കഴിക്കാം. എനിക്ക് വിശന്നിട്ട് വയ്യ, അവരൊരു രുചിയും അറിയത്തില്ല. അബ്ബു ഒന്നും കഴിച്ചിട്ടില്ല. ഫുഡ് ഉണ്ടാക്കലായിരുന്നു ഇന്നത്തെ ജോലി. ആ ആ പോവാം. ഇത് കണ്ടോ, ഈ പേര് കണ്ടോ നിങ്ങൾ, ആനന്ദ ഭവൻ. ഇത് അവരുടെ ബ്രാൻഡ് നെയിമാണ്. ഇത് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ നമ്മുടെ സ്ലിപ്പിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ വൈകാതെ നമ്മൾ മാർക്കറ്റിലെത്തിക്കും. അപ്പോൾ അത് എത്ര പേർക്ക് ജോലി കിട്ടുന്ന കാര്യമാണെന്നറിയാമോ? ഒരുപാട് പേർക്ക് ജോലി കിട്ടും. ഇതൊക്കെ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാറ്റ് ഐറ്റമിൻ്റെ அதெல்லாம் வெங்காயம் இருக்குல்ல, வெங்காயம் போட மாட்டீங்களா? போட மாட்டாங்க, கொஞ்சம் காரமாக சாப்பிட்டா கொஞ்சம் நல்லா இருக்கும். வெங்காயம் இல்லாமல் என்ன இருக்குது, ஆனியன் இல்லாமல் என்ன இருக்குது ஃபுட்டு? புரியல, நீங்கள் போட மாட்டீங்களா? பாதி பூரியில் நீங்கள் வெங்காயம் ஆனியன் வர மாட்டேன்ல. சரி, அப்போ இந்த பானிபூரி பானிபூரியில் எனக்கு ஒடியர் இல்லாமல் கொடுங்க, வராதுல்ல? எனக்கு வேண்டாம், எனக்கு ஒடியர் இல்லாமல் கொடுங்க. அப்போ അതെല്ലാം ഇത് നമുക്ക് റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ പിന്നിലാണ്. ഇനി ഷോപ്പ് തുറക്കുന്നതാണ് എൻ്റെ വലിയ ടാസ്ക്. ഉറപ്പായിട്ടും മാതാജി, കുറേ പേര് ജോലിയില്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇവിടെ എനിക്ക് ഓരോരുത്തരുടെ ഹിസ്റ്ററി കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ എത്ര സഹായിക്കും? നമ്മൾ എല്ലാവരും മുന്നിൽ ലൈവിട്ട് ഇങ്ങനെ കൈ കാണിച്ച് കാല് കാണിച്ച് കൈ പിടിച്ച് കാല് പിടിച്ച് നമ്മളിങ്ങനെ എത്ര നാൾ ഉള്ളവർക്കല്ലേ തരാൻ പറ്റും, എല്ലാവർക്കും തരാം. അപ്പോൾ ഒരു ജോലി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കതൊരു സന്തോഷമല്ലേ, അത് അവരുടെ ഉപജീവന മാർഗമായി മാറിയില്ലേ? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്. ഇൻവെസ്റ്റേഴ്സിനോടെല്ലാം സംസാരിച്ച് നമ്മളിതെല്ലാം ചെയ്തത്. നീ പോ സുധി, ഞാൻ പാനിപ്പൂരി തിന്നാൻ പോവാം. പാനിപ്പൂരി തിന്നാൻ പോവാം, വീട്ടിലൊന്നുമില്ല.
ബിക്കോത്തേക്ക് ചോറിട്ട്. നമുക്ക് ഇത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ട്രസ്റ്റിന്. ഒരു 10 പേർക്കെങ്കിലും 10 പേർക്ക് സാലറി കാര്യങ്ങൾ അർജൻസി എനിക്ക് വേണ്ടത് നമ്മുടെ വയ്യാത്ത അമ്മമാരെ നോക്കാനുള്ള അത് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ആവും. ഓക്കെ, ഇത്രയൊക്കെയല്ലേ എനിക്ക് പറ്റൂ ബജരീസിലൂടെ. ഹോട്ടൽസ് നമുക്ക് റണ്ണിങ്ങാണ്, പക്ഷെ നമുക്ക് അതിലൊന്നും നമ്മൾ ഇൻകം ഒന്നും വാങ്ങുന്നില്ലല്ലോ. നമ്മുടെ ആൾക്കാർക്ക് അത്രയും സൗകര്യപ്രദമായി താമസിക്കാൻ പറ്റുന്നതിൻ്റെ വലിയ കാര്യം. അത്രയും നല്ല ഹോട്ടൽസ് നമ്മുടെ ആ ഒരു കൺവീനിയൻറ്റ് എമൗണ്ടിന് തരുന്നത് തന്നെ നമ്മുടെ ഒരു എന്താ പറയുക, അവരോട് നമ്മൾ കോടി പുണ്യം. നമ്മുടെ ആ സെലിബ്രേഷൻ്റെ നമ്മൾ എന്തുമാത്രം അടിച്ചു പൊളിച്ചിട്ടുണ്ട് അവിടെ. വേറെ എവിടെയും അത്രയും ഫ്രീഡം കിട്ടില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതിനുവേണ്ടി നമ്മൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ബജരീസ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി കിട്ടി. എങ്ങനെയാണോ നിറമറയും ഈസ്റ്റേണൊക്കെ ആൾക്കാർ സ്വീകരിക്കുന്നത്, അതേപോലെ ബജരീസിൻ്റെ ഇല്ലേ എന്ന് ചോദിച്ചു വരണം. ആട്ടയും ആട്ടപ്പൊടിയും റവയും ഒക്കെ നമ്മുടെ ബജരീസ് മാതാജിമാർ ഉണ്ടാക്കുന്നത് മാർക്കറ്റുകളിൽ എത്തണം. അതിന് നമ്മുടെ പ്രമുഖന്മാരത് ലൈൻ ടു ലൈൻ ഓരോ ജില്ലകളിലും പ്രമോഷൻ വർക്കുമായിട്ട് പോകണം. അതിനുവേണ്ടിയൊക്കെയാണ് ഇത് ചെയ്തത്. എന്നിട്ട് വേണം എനിക്ക് എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ. അങ്ങനെ നമുക്കൊരു കൂട്ടായ ഒരു പ്രവർത്തനം, നമ്മുടെ കുറേ കുടുംബങ്ങൾക്ക് ഒരു ആശ്രയം, ഒരു ഇൻകം. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇതിൻ്റെ കാര്യമില്ല. അടേ പോണേ, ഞാൻ പാനിപ്പോയി പറഞ്ഞടേ, ഇതൊക്കെ എന്താണ് ഇതിനൊക്കെ കിട്ടാത്തതിൻ്റെ സുഖടല്ലടാ, ഞാൻ തിന്നും. അപ്പോൾ ആ ലൈസൻസുകളൊക്കെ നമുക്ക് റെഡിയാണ്. ഇനി ഒരു 22,000 രൂപയും കൂടി ഞാൻ കൊടുത്തിട്ട് ലാസ്റ്റ് ഹിയറിംഗ് കൂടി എടുത്തിട്ട് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പക്ക, എല്ലാം പക്കയായി. ഇത്രത്തോളം എത്തും എന്നൊന്നും ഞാൻ വിചാരിച്ചല്ല. എത്തിച്ചിട്ട് നിങ്ങളോട് പറയാം എന്നാണ് ഞാൻ കരുതിയത്. നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ അന്നദാനത്തിന് തന്നെ നമുക്കൊരു വലിയ കൗണ്ടർ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യണം. അത് ഒരു വീടിൻ്റെ കിച്ചൺ തന്നെ മതി. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലോട്ടൊക്കെ നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ മതി, നമുക്ക് വലുതായിട്ടൊന്നും വേണ്ട. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് ഇപ്പോൾ എല്ലാം ഒരു 75-80% റെഡിയായി. ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ അതുകൂടെ റെഡിയാക്കിയിട്ട് വേണം എനിക്ക് നല്ല നല്ല സിനിമകളൊക്കെ ചെയ്ത് എൻ്റെ ഈ ലോകത്ത് ഞാൻ ഹാപ്പിയായി ഇങ്ങനെ പാറിപ്പറന്ന് നടക്കണം. ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളെ ഏൽപ്പിച്ച് ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ നിൽക്കാൻ എന്താ പറയുക നോക്കും, അങ്ങനെ പാവപ്പെട്ട അമ്മമാരെ നോക്കാൻ നിങ്ങൾ വില്ലിങ്ങാണ് എന്ന് തോന്നുന്ന കുറച്ച് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ റെസ്യൂം വാട്സപ്പ് ചെയ്യാം. അവരുടെ മലമൂത്ര വിസർജനം വരെ എടുക്കാൻ മടിയില്ലാത്ത ആൾക്കാരായിരിക്കണം. പിന്നെ അവിടെ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരു മെയിൽ സ്റ്റാഫിനെ എനിക്ക് വേണം. உடச்சி பார்க்கவா ஒடியர் இருக்கு. போட மாட்டேன் இல்ல ஒடியர் இல்லல்ல. சாஸ் இல்ல, சாஸ் வேணும். ஆப்போசிட் பார்க்கலாம். சாஸ் இருக்கு, சாஸ் இருந்தா கொடுங்க. டொமேட்டோ கெச்சப், டொமேட்டோ கெச்சப் அப்படி தான் போடுவோம். അപ്പോൾ അങ്ങനെയാണ് കാര്യം. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങളെനിക്ക് ബയോഡാറ്റ അയക്കും, എത്ര പേരാണെന്നുള്ളത് നോക്കിയിട്ട് ബയോഡാറ്റ അയക്കും. ബാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഹാപ്പിയാണല്ലോ? ഇപ്പോൾ കിട്ടും. ഇത് നോക്കിയിരുന്നോ? നീ എന്നോട് കഴിക്കേട്ടാ പറഞ്ഞില്ലേ? അതെ, നമ്മുടെ കിച്ചൂട്ടർ എല്ലാം റെഡിയാക്കി. ഇത്രത്തോളം നമ്മുടെ കിച്ചൂട്ടർ എത്തിച്ചില്ലേ? നിങ്ങൾ കഴിക്കേട്ടാ പറഞ്ഞല്ലോ. ഇത് എന്തോന്നു, ഇത് ഏതോ വഴിക്ക് പോകും. ബയോഡാറ്റ അയക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ടാറ്റ. നാളെ ക്ലാസ്സിൽ കാണാം.